ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മളുടെ പ്രയോറിറ്റിയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു ചെറിയ സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ പുതിയതായി പല കാര്യങ്ങളും മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ അതിന് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് വെച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങൾക്കുമുള്ള ഒരു SOP ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള മോഡേണൈസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പെടുത്തും. അതിനൊരു കുറച്ച് സമയം നമുക്കിപ്പോൾ 2 മാസം ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ മറൈൻ ആംബുലൻസിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട്. അപ്പോൾ അത് പുതുതായിട്ട് ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് പീരീഡിൽ അതിനെ ഏർപ്പെടുത്താനുള്ള പരിമിതിയുണ്ട്. ഇനി നമ്മൾ വരുന്ന സമയത്ത് അത് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നതിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ അത് ഏർപ്പെടുത്തും. ഞാൻ സംസാരിച്ചു. ഇനിയിപ്പോൾ മറ്റേ വിജിത്ത് ജോണിൻ്റെ മകനുമായിട്ട് ഞാനിപ്പോൾ പോകുന്ന വഴിയിലൊന്ന് സംസാരിക്കും. മറ്റേ നീണ്ടകരയിൽ സംസാരിച്ചിരുന്നു. അവരുമായി സ്ഥിരം കോണ്ടാക്റ്റിലുണ്ട്. എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. അല്ല, ഞാൻ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സെർച്ച് നടക്കുക, കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രയോറിറ്റി നമ്മൾ അതിനാണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഒരാളെ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം നമുക്കെല്ലാവർക്കും അറിയാം. അതിനോടൊപ്പമുണ്ട് അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്വാസം എന്ന് പറയുന്നത് സെർച്ച് നന്നായിട്ട് നടക്കുകയും അത് അതിലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു. മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്ക് കൃത്യമായി നൽകിയിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് ഈ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ ഒരേ ദിവസം തന്നെയാണ് അന്ന് അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെതർ വാർണിംഗ് ഉണ്ടായിരുന്നു. വെതർ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി കാര്യക്ഷമമാക്കാനുള്ള ഹാർബറുകളിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെ, ഇൻഷുറൻസിന്റെ കാര്യം ഇപ്പോൾ നടന്നതിലുള്ള സംഭവങ്ങൾ. പഴയ സംഭവങ്ങൾ ഉള്ളതെല്ലാം നമ്മൾ നോക്കി അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്ല, അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് നടപടിയെടുക്കും. നോർമലി ഇൻഷുറൻസ് ചെയ്ത് ബോട്ടാണ് ഇൻഷുറൻസ് ചെയ്യാറുള്ളത്. വലക്ക് ഇൻഷുറൻസ് സാധാരണ ഉണ്ടാവാറില്ല. ബോട്ടിന് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉള്ള ബോട്ടുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ കേസിൽ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി. അല്ല, നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ ഇൻഷുറൻസ് ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് ഡിലേ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ബോധപൂർവമായി കൊടുക്കാത്ത കേസുകൾ അങ്ങനെ ഡയറക്റ്റായിട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള കേസുകളും പരിഹരിച്ച് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. താങ്ക് യു. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. അദ്ദേഹം ഇത്രയും ദിവസമായിട്ടും ഒന്ന് വീട്ടിലെത്തിയില്ല എന്ന തരത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കളൊക്കെ പരാതി പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ തെരച്ചിലിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.